പത്തനംതിട്ട മൈലപ്ര കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റിലായി. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ, ബാലസുബ്രഹ്മണ്യൻ, പത്തനംതിട്ട സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഡിസംബർ 30-നാണ് 73-കാരനായ ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ നേരത്തെ 2 പേർ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പ്രതിയെന്ന് സംശയിക്കുന്ന 3-ാമത്തെ ആളും അറസ്റ്റിലായിരിക്കുന്നു അല്ലേ? വിവരങ്ങൾ എന്താണ്? കൃത്യമായി അയാളെ മനസ്സിലാക്കിയിരുന്നു. ഇയാളെ തുടക്കത്തിൽ തന്നെ ചോദ്യം ചെയ്തിരുന്നു. പത്തനംതിട്ട കണ്ണങ്കര സ്വദേശിയാണ്. ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാളെ അല്പസമയത്തിനകം തന്നെ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. 2 പ്രതികൾ, അതായത് ഈ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയ തെങ്കാശിയിൽ നിന്ന് പിടികൂടിയ 2 പ്രതികളും അവരുടെ പേര് സുബ്രഹ്മണ്യൻ, മുരുകൻ എന്നാണ് ഇവരുടെ 2 പേരുടെയും പേരുകൾ. ഇവരെയും മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ അവരെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് 3 പേരെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയും ഒക്കെ ചോദ്യം ചെയ്തതിന് ശേഷം ഉച്ചയോടുകൂടിയാണ് പ്രതികളെ ഹാജരാക്കുന്നത് എന്നാണ് അറിയുന്നത്. ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെയോ അല്ലെങ്കിൽ പത്തനംതിട്ട SP VH ഒരു വാർത്താ സമ്മേളനം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് മോട്ടീവ്, എന്താണ് ഈ കൊലയ്ക്ക് നയിച്ചതെന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് തന്നെയാണ് മോഷണ ശ്രമം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കുറെ ദിവസങ്ങളായി ഈ സ്ഥാപനം, അല്ലെങ്കിൽ ഈ ജോർജ് ഉണ്ണുണ്ണിയുടെ സ്ഥാപനവും ജോർജ് ഉണ്ണുണ്ണിയെയും അവർ നോട്ടത്തിൽ വെച്ചിരുന്നു, അല്ലെങ്കിൽ അവർ കണ്ടുവച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നൊരു വിവരമാണ്, അത്തരത്തിലൊരു മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. തൊണ്ടി മുതലടക്കം, ഈ സ്വർണ്ണമാല ഉൾപ്പെടെയുള്ള തൊണ്ടി മുതലടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും പത്തനംതിട്ടയിലെ മൈലപ്ര കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. അവരുടെ തുണ്ടി മുതൽ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഒരുപക്ഷെ പോലീസിൽ നിന്ന് അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.